നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. ഹോർമൂസിൽ ട്രംപിനെ തിരുത്തി ഗൾഫ് രാജ്യങ്ങൾ. ചുങ്കം പിരിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. അമേരിക്ക തീരുമാനിച്ചിരുന്നത് ഹോർമൂസ് കടക്കുന്ന കപ്പലുകളിൽ നിന്ന് 20% ഫീസ് ഈടാക്കാൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. ഇറാനിൽ ആക്രമണം തുടർന്ന് അമേരിക്ക സമാധാന കരാറിൽ നിന്ന് പിന്മാറുന്നത് ആലോചിച്ച് ഇറാൻ. പ്രതിഷേധത്തിൽ ഉരുകി പാകിസ്ഥാൻ സർക്കാർ. പാക് അധീന കശ്മീരിൽ സംഘർഷം രൂക്ഷം. 8 പ്രതിഷേധക്കാരെ പാക് സൈന്യം വെടിവെച്ചു കൊന്നു. സൈന്യത്തിന്റെ ക്രൂരത. മുസാഫറാബാദിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് നടക്കാനിരിക്കെ റാവൽകോട്ടിലും കോട്ലിയിലും മിർപൂരിലും പ്രതിഷേധം ശക്തം. സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു ബലൂചിസ്ഥാൻ. സ്വന്തം പതാകയും ദേശീയ ഗാനവും പ്രഖ്യാപിച്ചു. ബഹിരാകാശത്ത് ആദ്യമായി മലയാളി എത്തി. ഒറ്റപ്പാലത്തുകാരൻ അനിൽ മേനോനും 2 റഷ്യക്കാരും സോയൂസ് MS-29 പേടകത്തിൽ ലക്ഷ്യം കുറിച്ചത് ഇന്ന് പുലർച്ചെ. അടുത്ത വർഷം ഏപ്രിൽ വരെ 3 പേരും ബഹിരാകാശത്ത്. ബൈക്കോണർ കോസ്മോഡ്രോമിൽ നിന്ന് കുതിച്ചുയർന്ന പേടകം ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയത് 3.5 മണിക്കൂർ കൊണ്ട്. ബ്രിട്ടീഷ് നിർമ്മിത സ്കോച്ചിനും കാറുകൾക്കും ഇന്നു മുതൽ വില കുറയും. ഇന്ത്യ UK വ്യാപാര കരാർ പ്രാബല്യത്തിൽ. മറ്റുൽപ്പന്നങ്ങൾക്ക് ഘട്ടം ഘട്ടമായി വില കുറയും. ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ബ്രിട്ടീഷ് വിപണിയിലേക്ക്. ഫ്രാൻസിനെ വീഴ്ത്തി സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. ജയം മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് 2ാം തവണ. ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ. നെന്മാറ ഇരട്ടക്കൊലയിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ ചെന്താമരയുടെ ശിക്ഷ എന്തെന്ന് ഇന്നറിയാം. വധശിക്ഷ ലഭിക്കാൻ സാധ്യതകളേറെ. ശിക്ഷ വിധിക്കുന്നത് രാവിലെ 11:30 കോടതിയിലെ അക്ഷോഭ്യമായ മറുപടികളിൽ ചെന്താമരയുടെ ക്രൂര മനസ്സിന് മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് വ്യക്തം. പരമാവധി ശിക്ഷ തന്നെ വിധിക്കുമെന്ന പ്രതീക്ഷയിൽ ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെ മകൾ. ലഹരിക്കെതിരെ ആഭ്യന്തരമന്ത്രി തുടക്കമിട്ട മഹാദൗത്യവുമായി രമേശ് ചെന്നിത്തല തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി ഇന്നുച്ചയ്ക്ക് കൂടിക്കാഴ്ച. ദൗത്യത്തിന് തമിഴ്നാടിന്റെ പിന്തുണ തേടും. അന്തർ സംസ്ഥാന തലത്തിലെ ലഹരി വഴികൾ അടയ്ക്കുക രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച കൊട്ടാരക്കരക്കാരായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന്. പൊതുദർശനം രാവിലെ 10-ന്. സംസ്കാരം ഉച്ച കഴിഞ്ഞ്. വിക്ടറി തോമസിന്റെയും ഭാര്യ ലൗനിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത് ഇന്നലെ. ഇടുക്കി പൂപ്പാറയിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ. തിരിച്ചുപിടിച്ചത് മുള്ളന്തണ്ടിലെ ഭൂമി. കെട്ടിയ ഷെഡും നട്ടുവളർത്തിയ ഏലച്ചെടികളും നീക്കം ചെയ്തു. റവന്യൂ നടപടി കൈവശാവകാശ രേഖയുണ്ടെന്ന കയ്യേറ്റക്കാരുടെ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ട്. നമ്മൾ ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട, നമുക്കൊക്കെ അഭിമാനമുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് എത്തുന്ന സാഹചര്യം. ആദ്യത്തെ മലയാളിയാണ് എത്തുന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് സോയൂസ് MS-29 പേടകത്തിൽ നിന്ന് 3 അംഗ സംഘം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. നാസയുടെ സഞ്ചാരിയായ അനിലിനൊപ്പം 2 റഷ്യൻ സഞ്ചാരികൾ കൂടിയുണ്ടായിരുന്നു. ഇനി 8 മാസമാണ്. 8 മാസത്തെ ദൗത്യത്തിന് ശേഷം അടുത്ത വർഷം ഏപ്രിലിലായിരിക്കും മടക്കയാത്ര. അജയിലേക്ക് തന്നെ പോകുന്നു. അജയ് 3.5 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ബഹിരാകാശത്തേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നു. ആദ്യമായി ഒരു മലയാളി സാന്നിധ്യം എത്തുന്നു. അനിൽ മേനോൻ എത്തുമ്പോൾ അത് മലയാളികളുടെ യശസ് കൂടി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു പാതി മലയാളി കൂടിയായിട്ടുള്ള അനിൽ മേനോൻ ഇപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയായിരുന്നു. ഇന്നലെ കസക്കിസ്ഥാനിൽ വെച്ച് ഇന്ത്യൻ സമയം 8:17-നാണ് ഈ സൂയസ് MS-29 എന്ന് പറയുന്ന പേടകം യാത്ര തിരിച്ചത്. അതിനുശേഷം രാത്രി ഏതാണ്ട് 11:26 ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുന്നു. 1:30 ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്നത് വേണ്ടിയിരുന്നത്. എന്നാൽ ഒരു അരമണിക്കൂർ മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. അങ്ങനെ 2 മണിക്ക് അനിൽ മേനോനും മറ്റ് സംഘാംഗങ്ങളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. നാസയും അതുപോലെ തന്നെ റഷ്യയുടെ റോസ്കോസ്മോസും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഈ മിഷൻ നടപ്പിലാക്കുന്നത്. അനിൽ മേനോന്റെ കൂടെ സഞ്ചാരികളായിട്ടുള്ളത് റഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രോത്തൻ ഡുബ്രോ, അതുപോലെ തന്നെ അന്ന കിക്കിന എന്നീ സഞ്ചാരികളാണ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന 75-ാം ദൗത്യ സംഘങ്ങളാണ് ഈ 3
പേരും അനിൽ മേനോൻ നാസയെ പ്രതിനിധീകരിക്കുമ്പോൾ മറ്റ് 2 പേർ റഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. ഈ 74-ാം ദൗത്യ സംഘം, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇവർ എത്തുമ്പോൾ ഉണ്ടായിരുന്ന 74-ാം ദൗത്യ സംഘം ഈ വരുന്ന ഞായറാഴ്ചയാണ് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. അതിനുശേഷം അനിൽ മേനോന്റെ സംഘത്തിന്റെ മറ്റ് പര്യവേഷണങ്ങളും കൂടുതൽ പരീക്ഷണങ്ങളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഔദ്യോഗികമായി തന്നെ ആരംഭിക്കും. അതിനുശേഷം ഏതാണ്ട് 8 മാസത്തോളം ഇവരുടെ ഗവേഷണങ്ങൾ നീണ്ടു നിൽക്കും. അടുത്ത വർഷം 2027 ഏപ്രിലോടെയായിരിക്കും ഇവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്. പരീക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ബഹിരാകാശത്തുള്ള ഒരു മനുഷ്യന്റെ ശരീരഘടന, മറ്റ് ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങൾ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ഗവേഷണ വിധേയമാക്കും. അനിൽ മേനോന്റെ തൻ്റെ കരിയറിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള പല അറിവുകളും അദ്ദേഹം ഇതിനുവേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ബഹിരാകാശ വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം 20-ലേറെ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ തന്നെയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം. അതിൽ നമ്മൾ എടുത്തു സൂചിപ്പിക്കുകയാണെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയും കൃത്രിമ ബുദ്ധി രീതികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ അത് അനിൽ മേനോൻ ബഹിരാകാശത്ത് നടത്തും. അത് ഈ ഒരു പരീക്ഷണം അത് തീർച്ചയായിട്ടും വൈദ്യശാസ്ത്ര രംഗത്ത് അത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ബഹിരാകാശ സഞ്ചാരികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാതെ തന്നെ ബഹിരാകാശത്ത് വെച്ച് അതിന് പരിഹാരം കാണാൻ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ സ്പേസിലുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളുടെ നിർമ്മാണം, ഇതിലൂടെ കൂടുതൽ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകൾ, പിന്നെ കൃത്രിമ ബുദ്ധി, പിന്നെ മെച്ചപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങൾ ഇവയ്ക്കൊക്കെ മുതൽക്കൂട്ടാകുന്നവയാണ് ഈ ഒരു സെമി കണ്ടക്ടറുകളുടെ ഒരു നിർമ്മാണം. ഇവയിലെല്ലാം അനിൽ മേനോൻ പങ്കാളിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അജയ്, ഞാൻ അജയിലേക്ക് വരാം. നമുക്കൊരു അതിഥി കൂടെ ചേരുന്നുണ്ട്, ഡോക്ടർ സംഗീത ചേനുമ്പുലി, ശാസ്ത്രലേഖിക കൂടിയാണ്. സംഗീത, നമസ്കാരം. ആദ്യം തന്നെ സ്വാഗതം ന്യൂസ് 18ലേക്ക്. പങ്കെടുത്തതിൽ സന്തോഷം. ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്, ഒറ്റപ്പാലത്താണ് സംഗീതയും ഉള്ളത്, അവിടെ തന്നെയാണ് അനിൽ മേനോൻ്റെ വേരുകളും ഉള്ളത്, ഒറ്റപ്പാലത്താണ്. ഒരു അഭിമാന നേട്ടം, ഒരു മലയാളി എന്ന രീതിയിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം, ബഹിരാകാശത്തേക്ക് ആദ്യമായി ഒരു മലയാളി എത്തുന്നത്. ഞാൻ ആദ്യം അതിലേക്ക് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് സംഗീതയ്ക്ക് എന്താ തോന്നുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്? വലിയ സന്തോഷമുണ്ട്. കാരണം മലയാളി വേരുകളുള്ള ഒരാൾ ബഹിരാകാശത്ത് എത്തുന്നു. അദ്ദേഹം മലയാളം സംസാരിക്കുക, മലയാളം അറിയുന്ന ആളല്ല, ഒരു വിശ്വപൗരനാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മ ഉക്രൈൻകാരിയാണ്, വളർന്നതും ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അമേരിക്കയിലാണ്. എങ്കിൽ പോലും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ പങ്കുവഹിച്ച ചേറ്റൂർ ശങ്കരൻ നായരുടെയൊക്കെ ഒരു പിൻതലമുറക്കാരൻ കൂടിയാണ് അദ്ദേഹം. അപ്പോ ചരിത്രത്തിന്റെ നമ്മുടെ ചരിത്രവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് നിരന്തരം യാത്ര ചെയ്യുന്ന വഴിക്കാണ് ഈ ചേറ്റൂർ, പാലാട്ട് ആ വീടുകളൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രദേശത്ത് നിന്നുള്ള ഒരാൾ എന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മാതൃകകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. എപ്പോഴും കുട്ടികൾക്ക്, യുവാക്കൾക്ക് ഒരു പ്രചോദനം നൽകുന്നത് മാതൃകകളാണ്. ഒരു പക്ഷേ നമ്മുടെ തലമുറക്കൊന്നും അത് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള രാകേഷ് ശർമ്മ ബഹിരാകാശ സഞ്ചാരി ആയിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ ബഹിരാകാശത്ത് എത്തുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും അതേപോലെ തന്നെ മലയാളിയാണ്. അദ്ദേഹം പൂർണ്ണമായും മലയാളിയാണ്, പാലക്കാടുകാരനാണ്. അദ്ദേഹം ഉടനെ തന്നെ ഗഗൻയാനിന്റെ ഭാഗമായിട്ട് പോകാനിരിക്കുന്നു. അദ്ദേഹവുമായിട്ട് KLF പോലെയുള്ള പരിപാടികളിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. സുനിത വില്യംസ് എത്തിയ സമയത്തൊക്കെയും തന്നെ വലിയ ജനക്കൂട്ടം, ചെറിയ കുട്ടികളടക്കമുള്ളവർ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ പുതിയ തലമുറയെ സയൻസിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പൊ സയൻസ് തെരഞ്ഞെടുക്കുന്ന കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോ അവരെ പ്രചോദിതരാക്കാൻ, സ്പേസ് റിസർച്ച് വലിയ ഗ്ലാമർ ഉള്ള ഒരു ഫീൽഡാണല്ലോ, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖല എന്നുള്ള ഒരു പ്രാധാന്യം കൂടി ഇതിനുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും വളരെ ടാലന്റഡ് ആയ പുതുതലമുറയെ ശാസ്ത്രത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും എന്നുള്ളതിൽ ഒരു ശാസ്ത്രാധ്യാപിക, സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്കും വലിയ സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹം അവിടെ നടത്തുന്ന ഗവേഷണങ്ങളെ കുറിച്ചാണെങ്കിൽ അത് മനുഷ്യരാശിയുടെ മുന്നോട്ട് പോക്കിന്, മനുഷ്യരാശിയുടെ അതിജീവന ശേഷിക്ക് കരുത്തു പകരുന്ന. സംഗീതയിലേക്ക് വരാം. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമുള്ള സംഗീതമാണ് സംസാരിക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് വളരെയധികം അഭിമാനമുണ്ടാക്കുന്ന രീതിയിൽ ആദ്യമായി ബഹിരാകാശത്തെത്തുകയാണ്. സംഗീത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സംഗീത തുടരാം.
അപ്പോ അദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങൾ നമ്മുടെ അറിവിനെയും അതിജീവന ശേഷിയെയും തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകുന്നവയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല മേഖലകളിൽ പഠനം നടത്തിയിട്ടുള്ള ആളാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും അതേസമയം തന്നെ എമർജൻസി മെഡിസിനിൽ MD ഉണ്ട്. അദ്ദേഹത്തിന് പല ഫീൽഡിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്. യുദ്ധരംഗത്ത് വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ സഹായം നൽകി പരിചയമുണ്ട്. ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അറിവുകളെല്ലാം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ ദൗത്യത്തിൽ ഉപകാരപ്പെടും. കാരണം അദ്ദേഹത്തിന് അവിടെ ധാരാളം ഗവേഷണങ്ങൾ നടത്താനുണ്ട്. സാധാരണ ISS എത്തുന്ന എല്ലാ ബഹിരാകാശ സഞ്ചാരികൾക്കും വലിയ പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. അവര് പല മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ തന്നെയാണ് അവിടെ എത്താറുള്ളത്. ഇദ്ദേഹത്തിന് മൾട്ടിപ്പിൾ മേഖലകളിൽ വൈദഗ്ധ്യമുണ്ട്. അദ്ദേഹം ഗവേഷണം നടത്താൻ പോകുന്ന മേഖലകൾ അദ്ദേഹത്തിന്റെ മേഖലയുമായി കൂടി ബന്ധപ്പെട്ടതുമാണ്. ഇപ്പോ ഉദാഹരണത്തിന് IV ഫ്ലൂയിഡ്സ് എങ്ങനെ നിർമ്മിക്കാം അവിടെ ഉപയോഗിക്കുന്ന ജലത്തിൽ നിന്ന്. കാരണം ഇവിടെ നിന്ന് എത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ മൈക്രോഗ്രാവിറ്റി രക്തത്തിന്റെ ഘടനയെ ബാധിക്കുന്നത്, അതേപോലെ ശരീരത്തിലെ ഫ്ലൂയിഡ്സ് മുഴുവൻ തലച്ചോറിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥ അവിടെയുണ്ട്. അപ്പോ അതെങ്ങനെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഹൃദയത്തിനെ ബാധിക്കുന്നു, അതൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ കോശങ്ങൾ 3D പ്രിന്റ് ചെയ്യാനുള്ള ഒരു സാധ്യത അന്വേഷിക്കുന്നുണ്ട്. കാരണം ഭൂമിയിൽ കോശങ്ങൾ 3D പ്രിന്റ് ചെയ്യുമ്പോൾ അത് നിലനിൽക്കാത്ത അവസ്ഥയുണ്ട്. മൈക്രോഗ്രാവിറ്റിയിലാകുന്ന സമയത്ത് ഇതിന് യോജിച്ച് നിന്നുകൊണ്ട് ടിഷ്യൂസ് ഫോം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. അതൊക്കെ ഭാവിയിൽ നമുക്ക് കൃത്രിമാവയവങ്ങൾ ലാബിൽ 3D പ്രിന്റ് ചെയ്ത് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എത്ര പേരുടെ ജീവനായിരിക്കും അതുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതേപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ സെമി കണ്ടക്ടർ റിസർച്ച്, അത് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് സഹായിക്കുന്നതാണ്. മറ്റൊന്ന് AI ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യ പരിശോധനകൾ, അത് റിമോട്ടായിരുന്നുകൊണ്ട് ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കാനൊക്കെ ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ടെസ്റ്റ് സബ്ജക്ട്സ് കൂടിയാണ്. അവരുടെ വൈറ്റൽസ് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയും അത് ഭൂമിയിൽ ഇരിക്കുന്ന എന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അത്തരം മെഡിക്കൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു സാധ്യത ഇത് തുറക്കുന്നുണ്ട്. പിന്നെ ഒരു ഇടത്താവളം എന്നുള്ള നിലയ്ക്ക് ചൊവ്വ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ബഹിരാകാശ നിലയത്തെ ഉപയോഗിക്കാനുള്ള, അല്ലെങ്കിൽ ബഹിരാകാശ കോളനികൾ ഭാവിയിൽ ഭൂമിയിൽ ജീവിതം അസാധ്യമാകുന്ന സമയത്ത് മറ്റ് ഗ്രഹങ്ങൾ, ചന്ദ്രൻ പോലെയുള്ള ഗോളങ്ങളിലേക്കും ഒക്കെ നമുക്ക് കുടിയേറി പാർക്കാനോ അല്ലെങ്കിൽ ബഹിരാകാശത്ത് കോളനി സ്ഥാപിക്കാനോ ഒക്കെയുള്ള സാധ്യതകളിലേക്കും കൂടി ഈ ഗവേഷണങ്ങൾ നയിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വന്നെത്തും. കാരണം ഈ ആദ്യഘട്ടത്തിൽ അത് ബഹിരാകാശ സഞ്ചാരികൾ മറ്റൊരു ഗ്രഹത്തിലേക്കൊക്കെ നമുക്ക് മാറാൻ കഴിയും. അങ്ങനെ ഒരു ആദ്യ സ്റ്റെപ്പായിട്ട്, അങ്ങനെ ഒരു ആദ്യ പടിയായിട്ടൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുമോ? പ്രത്യേകിച്ച് ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വയിലോ ഒക്കെ അങ്ങനെ ഒരു സാധ്യത എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ടാവും. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സംഗീതമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അനിൽ മേനോൻ അവിടെ പോവുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ദൗത്യങ്ങൾ എന്നത് സംബന്ധിച്ച് പറയുകയായിരുന്നു സംഗീത. പ്രത്യേകിച്ച് മൈക്രോഗ്രാവിറ്റിയിലെ രക്തയോട്ടമാവട്ടെ, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഘടകങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആയിക്കോട്ടെ, ഇതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. 8 മാസം നീണ്ടു നിൽക്കുന്ന ദൗത്യമാണ്. എന്തായാലും ഈ 8 മാസം കൊണ്ട് വരും. അങ്ങനെ സംഗീത, എൻ്റെ ചോദ്യം അതായിരുന്നു. ഇടയ്ക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വന്നു എന്ന് തോന്നുന്നു. അതെ അതെ, എന്തായിരുന്നു ചോദ്യം? ഞാൻ അല്ല, മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യന് മാറാൻ നമുക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. അങ്ങനെ ഒരു രീതിയിലേക്കുള്ള ഒരു ആദ്യ പടി എന്നൊക്കെ വേണമെങ്കിൽ പറയാമോ? തീർച്ചയായിട്ടും ഇപ്പൊ അതൊരു ഭാവനയാണ്. പക്ഷെ ഭാവിയിൽ നമ്മൾ അതിന് തക്ക സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൂടായികയില്ല. ഒരു ഇടത്താവളം എന്നുള്ള നിലയ്ക്ക് ISS-ൽ നിന്നുകൊണ്ടോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യത ഭാവിയിൽ തെളിഞ്ഞു വന്നേക്കാം. അപ്പോ നമുക്ക് ഇത് ഓരോ അറിവും അതിലേക്കുള്ള മുതൽക്കൂട്ട് തന്നെയാണ്. ഇപ്പോഴും സയൻസും സാങ്കേതിക വിദ്യയൊക്കെ പ്രവർത്തിക്കുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്സ് എന്നാണ്. അതിങ്ങനെ മുന്നോട്ട് പോയി ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. അല്ലാതെ പെട്ടെന്നൊരു ലീപ്പ് ഉണ്ടാവുകയല്ല ചെയ്യുക. നമ്മൾ വലിയ ലീപ്പ് എന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ പിന്നിൽ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ്. അതിലേക്കുള്ളൊരു പടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ഇത് ബഹിരാകാശ നിലയം ഇപ്പൊ നമ്മൾ എത്രയോ കാലമായിട്ട് ആളുകൾ പോയി വരുന്നുണ്ട്, അവിടെ വളരെ കാലം താമസിക്കുന്നുണ്ട്. അപ്പോ ഈ ഗവേഷണങ്ങളൊക്കെ അതിന് മുതൽക്കൂട്ട് തന്നെയാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വന്നെത്തും. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ബേബി ഫുഡ്സ് അടക്കം ഈ സ്പേസ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോ ഇത് നിത്യജീവിതത്തിലേക്ക് വന്നെത്തുന്ന കാലവും വിദൂരമല്ല. ഒരു 5-10 വർഷം കൊണ്ട് തന്നെ ഇതിലെ പല സാങ്കേതിക വിദ്യകളും നമ്മൾ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാവും. നമ്മുടെ
എൻഡുറൻസിനെ, നമ്മുടെ അതിജീവന ശേഷിയെ, മനുഷ്യരാശിയുടെ അതിജീവന ശേഷിയെ കൂട്ടാൻ കൂടിയുള്ള സംഗീത വ്യക്തമാണ്. ഒറ്റ കാര്യം കൂടി, ഈ സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, 2018 അനിൽ മേനോൻ സ്പേസ് എക്സിൽ ചേരുന്നത്. ഭാവിയിൽ ഒരു ചാന്ദ്ര ദൗത്യങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഒരു വെയ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ എന്നാലും അത് പക്ഷേ നമുക്ക് അങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായും ഈ ദൗത്യത്തിന് വേണ്ടി ആളുകളെ തെരഞ്ഞെടുക്കുന്നത് വളരെ നേരത്തെ കൂടി ചെയ്യുന്ന പ്രോസസ്സാണ്. 2021 ഇദ്ദേഹം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ അത് നമുക്ക് പ്രവചിക്കാനാവില്ല. ഓരോ സ്ഥലത്തെയും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ സാധ്യത എന്നുള്ളത് നമ്മൾ പ്രവചിക്കുന്നത് ശരിയല്ല. കാരണം സയൻസ് അങ്ങനെ ഒരു പ്രവചനാത്മകമായ ഒരു പരിപാടി അല്ലല്ലോ. വ്യക്തമാണ്. എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംഗീത സംസാരിച്ചു. നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത്. കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കണമെന്നും അറിയണമെന്നും ഉണ്ടായിരുന്നു. എന്തായാലും വളരെയധികം നന്ദി, സന്തോഷം സംഗീത, പങ്കെടുത്തതിൽ, സംസാരിച്ചതിൽ, വിശകലനം നടത്തിയതിൽ. താങ്ക് യു സോ മച്ച്. നന്ദി. സംഗീതയാണ് നമ്മോടൊപ്പം ചേർന്നത്. എന്തായാലും ഒരു അഭിമാനകരമായ നേട്ടം തന്നെയാണ് അത് എന്നത് പറയാതിരിക്കാൻ കഴിയും. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. ഹോർമുസിൽ കച്ചവട കണ്ണുമായി അമേരിക്ക നടത്തിയ നീക്കം GCC രാജ്യങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവായി. കപ്പലുകളിൽ നിന്ന് 20% ചുങ്കം പിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനെയാണ് ഗൾഫ് രാജ്യങ്ങൾ കൂട്ടത്തോടെ എതിർത്തത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 13 ഇന്ത്യക്കാരാണ്. 3 പേരെ കാണാതാവുകയും ചെയ്തു. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഈ ഒരു യുദ്ധം നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പോലും ഒരു പക്ഷേ ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നു. പക്ഷേ പിന്നാലെ GCC രാജ്യങ്ങളുടെ എതിർപ്പ് പ്രകാരം അത് മാറ്റിപ്പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഉദ്ദേശം ഈ ഹോർമുസ് പിടിച്ചെടുക്കുക എന്നത് തന്നെ ആയിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഹരി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു കച്ചവടക്കണ്ണ് ട്രംപിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലൂടെ വെളിപ്പെടുന്നത്. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞത് ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഹോർമൂസിൽ അമേരിക്കൻ സൈന്യം ആധിപത്യം ഉറപ്പിച്ചപ്പോൾ തന്നെ അതിലൂടെ വലിയ വരുമാനം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു. അവിടെ ഹോർമൂസിനെ പിഴിഞ്ഞ് അമേരിക്കയ്ക്ക് ധനമുണ്ടാക്കാൻ പറ്റുന്നു. അമേരിക്ക ഒരു ബിസിനസ്സുകാരെ പോലെയാണ് ചിന്തിക്കുന്നതെന്നൊരു പരാമർശം നേരത്തെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ പ്രകടമായി അത് പുറത്തേക്ക് വരികയാണ്. ഹോർമൂസിൽ 20% ചുങ്കം പിരിക്കാനാണ് അമേരിക്ക തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ തന്നെ GCC രാജ്യങ്ങൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നു. ഇതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ട് പോലും ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നത്. പ്രധാനമായും ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് 20% ചുങ്കം എന്നത് വാങ്ങുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഹോർമൂസിൻ്റെ ഗാർഡിയൻ തങ്ങളാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതായത് അമേരിക്കയ്ക്ക് ഒരു ഇടപെടലോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ എന്തെങ്കിലും അവകാശമോ ഒന്നും തന്നെ ഇല്ലാത്ത ഹോർമൂസിലേക്ക് അമേരിക്ക എത്തുന്നത് ഇറാനെ ആണവ നിരായുധീകരണം നടത്തുക, അല്ലെങ്കിൽ ഇറാൻ ആണവശക്തിയാകാതിരിക്കാൻ വേണ്ടി തങ്ങൾ ഈ യുദ്ധം നടത്തുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കിക്കൊണ്ട് ആദ്യം ഇസ്രായേലിന് വേണ്ടി രംഗത്തെത്തുകയും ഏറ്റവും ഒടുവിൽ അത് ഹോർമൂസിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. പൈസ തന്നെയാണ്, പണം തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം എന്നത് വളരെ വ്യക്തമാവുകയാണ്. 20% ചുങ്കം എന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്കത് കനത്ത തിരിച്ചടിയാകും. കാരണം റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ യുദ്ധസമയത്ത് വലിയ നേട്ടമുണ്ടാക്കി. അവരുടെ എണ്ണോൽപാദനവും കയറ്റുമതിയും വലിയ തോതിൽ വർദ്ധിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക നേരത്തെ നൽകിയിരുന്ന നിയന്ത്രണം യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഒഴിവാക്കി കൊടുത്തു. ആ സാഹചര്യം വലിയ തോതിൽ പ്രയോജനപ്പെടുത്താൻ റഷ്യയ്ക്ക് സാധിച്ചു. എന്ന് മാത്രമല്ല, അമേരിക്ക റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച അമേരിക്കൻ സെനറ്റർ ഗ്രഹാം ഉൾപ്പെടെയുള്ളവരാണ് നേരത്തെ ഈ ബില്ല് കൊണ്ടുവന്നത്. 500% വരെ എന്നൊരു തീരുമാനം കൊണ്ടുവന്നത്. അതിപ്പോൾ 100% കുറച്ചിരിക്കുന്നു. അതായത് റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള സാധ്യത വീണ്ടും തെളിയുകയാണ്. അങ്ങനെയെങ്കിൽ അത് തിരിച്ചടിയാകുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും UAE അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പല രാജ്യങ്ങളും പുറത്തു വരികയും സ്വന്തമായി അവർ എണ്ണയുടെ വില തീരുമാനിക്കുകയും ആ നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു. ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി അവർക്ക് വലിയ തോതിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് കപ്പലുകൾക്ക് 20% ചുങ്കം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ തുക പിരിക്കാൻ അമേരിക്ക മുന്നിട്ടിറങ്ങുന്നത്. അത് തിരിച്ചടിയാകുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. ആ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർത്ത് അവർ രംഗത്ത് വന്നതും ട്രംപിന്
അത് പിൻവലിക്കേണ്ടി വന്നതും ട്രംപ് വളരെ പെട്ടെന്ന് തന്നെ ആ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നാക്കം പോയി. അവിടെയും ട്രംപ് മറ്റൊരു തന്ത്രം ഉപയോഗിച്ചിരിക്കുകയാണ്. വ്യാപാര നിക്ഷേപ കരാറുകൾ ഈ രാജ്യങ്ങളുമായി, അതായത് തീരുവയ്ക്ക് പകരം മറ്റൊരു ബിസിനസ് ഡീലുമായി ട്രംപ് രംഗത്ത് വരുന്നു. അതായത് ഇറാൻ്റെ ആണവശക്തിയോ അല്ലെങ്കിൽ ഇറാനെ നിരായുധീകരിക്കുന്നതോ മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല കാര്യം. അമേരിക്കയുടെ താല്പര്യം ഹോർമൂസാണ്, അവിടെ നിന്ന് പണം സമ്പാദിക്കലാണ്. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ 13 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഫെബ്രുവരി 28-നാണ് യുദ്ധം ആരംഭിച്ചത്. അതുമുതൽ ഇങ്ങോട്ട് 13 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായി. 3 പേരെ കാണാതായിട്ടുണ്ട്. കൂടുതൽ പേരും മരിച്ചത് ഇറാൻ്റെ ആക്രമണത്തിലാണ്. അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഇന്ത്യൻ കപ്പലിലെ ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ജീവൻ ബലികഴിക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ ഒരു കച്ചവട താല്പര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുതയുമായി ചേർത്ത് വെക്കേണ്ടത് കൂടിയുണ്ട്. ഹരി, വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. ഇന്ത്യയും UKയും തമ്മിലുള്ള വാണിജ്യ രംഗത്തെ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്നതാണ് ഇത്. ബ്രിട്ടനിൽ നിന്നുള്ള സ്കോച്ച് വിസ്കി, കാറുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഘട്ടം ഘട്ടമായി ഇന്ത്യയിൽ വില കുറയും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവയില്ലാതെ ബ്രിട്ടീഷ് വിപണിയിൽ പ്രവേശിക്കാനും കരാർ വഴിയൊരുക്കുന്നതോടെ പുതുചരിത്രവും കൂടിയായി മാറും. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നതാണ് കരാർ. കഴിഞ്ഞ വർഷം ജൂലൈ 24-നാണ് കരാറിൽ ഒപ്പുവെച്ചത്. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എന്നാണ് ഇന്ത്യ UK വാണിജ്യ കരാർ അറിയപ്പെടുന്നത്. കർഷകരായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്നാണ് വിലയിരുത്തൽ. കരാർ നിലവിൽ വന്നതോടെ ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടീഷ് വിപണിയിൽ തീരുവയില്ലാതെ പ്രവേശനം ലഭിക്കും. ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ബ്രിട്ടീഷ് വിപണി കൂടുതൽ തുറന്ന് കൊടുക്കുന്നതാണ് കരാർ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിക്കാരെക്കാൾ മികച്ച ആനുകൂല്യങ്ങൾ ഇന്ത്യൻ കർഷകർക്ക് ലഭിക്കുമെന്നാണ് കരാർ വിഭാവനം ചെയ്യുന്നത്. മഞ്ഞൾ, കുരുമുളക്, ഏലം തുടങ്ങിയ ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മാങ്ങാപ്പൾപ്പ്, അച്ചാറുകൾ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾക്കും പുതിയ കരാർ പ്രകാരം തീരുവയില്ലാതെ ബ്രിട്ടീഷ് വിപണിയിൽ പ്രവേശിക്കാം. ഇത് കർഷകരുടെ വിപണി വിശാലമാക്കുന്നതും കൂടുതൽ ലാഭവിഹിതം നേടാനും സഹായിക്കുന്നതും ആണ്. UK-യിൽ നിന്നുള്ള ഇറക്കുമതികൾക്കും ഇന്ത്യൻ വിപണിയിൽ വിശാലമായ സാധ്യതകളാണ് തുറക്കുന്നത്. തീരുവയില്ലാതെ ഇന്ത്യയിലേക്ക് കയറ്റുമതി നടത്താം. ബ്രിട്ടീഷ് ഇറക്കുമതികളിൽ നിന്ന് ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ആഭ്യന്തര കർഷകരെ ബാധിക്കാതിരിക്കാൻ പാൽ ഉൽപ്പന്നങ്ങൾ, ആപ്പിൾ, ഓട്സ്, ഭക്ഷ്യ എണ്ണകൾ എന്നിവയ്ക്ക് തീരുവ ഇളവുകൾ നൽകില്ല. സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുടെ മത്സ്യബന്ധന മേഖലയ്ക്കും ഗുണകരമാകും. പ്രത്യേകിച്ച് ആന്ധ്ര, ഒഡീഷ, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. നിലവിൽ UK-യിൽ 4.2% മുതൽ 8.5% വരെ തീരുവ ചുമത്തപ്പെടുന്ന ഇന്ത്യൻ തീര സമുദ്രോൽപ്പന്നങ്ങളായ ചെമ്മീൻ, ട്യൂണ, മത്സ്യത്തീറ്റ തുടങ്ങിയവയ്ക്ക് ഇനി തീരുവയില്ലാതെ ബ്രിട്ടീഷ് വിപണിയിലെത്താനാകും. തുകൽ ഉൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ ഉൽപ്പാദന മേഖലകളിൽ തൊഴിലാളികളുടെ ഗുണമേറും. കയറ്റുമതി എളുപ്പമാകും. UK-യിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിസ്കിയുടെയും കാറുകളുടെയും വില കുറയും. മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ വില കുറയും. 2025 ജൂലൈയിൽ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ബിസിനസ് നടത്തുന്നതിനുള്ള ചെലവ് കുറയ്ക്കുകയും ബിസിനസ് നടത്താനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. 2 പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ഈ കരാർ ആഗോള സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും കരുത്ത് പകരുമെന്നായിരുന്നു അന്ന് മോദിയുടെ പ്രതികരണം. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് കൂടിക്കാഴ്ച. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് തമിഴ്നാട് സർക്കാരിന്റെ സഹായം തേടുകയാണ് ലക്ഷ്യം. ലഹരിക്കടത്തിനെതിരെ അന്തർ സംസ്ഥാന തലത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിന് കർണാടക, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ DGP-മാരുമായി നേരത്തെ ആഭ്യന്തരമന്ത്രി സംസാരിച്ചിരുന്നു. പാക് അധിനിവേശ കശ്മീരിൽ സംഘർഷം രൂക്ഷമാകുന്നു. 8 പ്രതിഷേധക്കാരെ പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചു കൊന്നു. മുസാഫറാബാദിൽ പ്രതിഷേധ മാർച്ച് ഇന്ന് നടക്കാനിരിക്കെയാണ് സൈനിക നടപടി. ഒരാഴ്ചയിലധികമായി റാവാലക്കോട്ട്, കോട്സി, മിർപൂർ അടക്കം 7-ലധികം പ്രദേശങ്ങളിൽ പാക് സർക്കാരിനെതിരായ പ്രക്ഷോഭം കലുഷിതമാണ്. മുസ്തഫാബാദിൽ കൂറ്റൻ പ്രതിഷേധ റാലി ഇന്ന് നടത്താനിരിക്കെയാണ് സൈന്യം പ്രതിഷേധക്കാർക്കെതിരെയുള്ള നടപടി കടുപ്പിച്ചത്. പാക് റേഞ്ചേഴ്സ് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിച്ചു. പലതവണ വെടിയുതിർത്തു. ഒരു സ്ഥലത്തല്ല, പലയിടങ്ങളിൽ സമാനമായ വെടിവയ്പുണ്ടായി. സുദാനോട്ടിൽ പ്രതിഷേധക്കാർ ചിതറിയോടി. ആഴ്ചകളായി പാക് അധിനിവേശ കാശ്മീർ സംഘർഷഭരിതമാണ്. എന്താണ് കാരണം? 38ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാക് അധീന കാശ്മീരിലെ പ്രതിഷേധം. വൈദ്യുതിക്ക് സബ്സിഡി നൽകണം, അർഹമായ ഗോതമ്പ് വിഹിതം കിട്ടണം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണം, രാഷ്ട്രീയ പ്രാതിനിധ്യം വേണം,
അങ്ങനെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് സർദാർ അമൻ ഖാന്റെ പരസ്യ പ്രഖ്യാപനവും വിവാദമായിട്ടുണ്ട്. പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ല എന്നാണ് പ്രഖ്യാപനം. ഇസ്ലാമാബാദിലെ ഭരണാധികാരികൾ പാക് അധീന കാശ്മീരിനെ ചൂഷണം ചെയ്യുകയാണെന്നും വിമർശിക്കുന്നു ജോയിന്റ് അവാമി കമ്മിറ്റി. പ്രതിഷേധം എങ്ങനെ അടിച്ചമർത്തുമെന്ന് തലപുകയ്ക്കുകയാണ് പാക് ഭരണകൂടം. പ്രതിഷേധക്കാർ മുസാഫിറാബാദിൽ എത്താതിരിക്കാൻ സർവ്വസന്നാഹവും ഉപയോഗിക്കുകയാണ് പാക് സൈന്യം. റോഡുകൾ ബ്ലോക്ക് ചെയ്തു, ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി, നേതാക്കൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ചുമത്തി, പലരെയും ജയിലിൽ അടച്ചു. ഭീകരവിരുദ്ധ നിയമങ്ങൾ അടക്കം ചുമത്തിയിട്ടും പ്രതിഷേധക്കാർ ഒരിഞ്ച് പിന്നോട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഈ വിഷയം വളരെ നിർണായകമാണ്. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ പലതവണ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. സ്വന്തം ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി പോലും ലഭ്യമാക്കാൻ കഴിയാത്ത പാക് ഭരണകൂടത്തിന്റെ പൂർണ്ണമായ പരാജയമാണ് POKയിൽ ഇപ്പോൾ കാണുന്ന ഈ ആഭ്യന്തര കലാപം വ്യക്തമാക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇന്ന് ശിക്ഷ വിധിക്കും. കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരുന്നു. 3 കൊലപാതക കേസുകളിൽ പ്രതിയാണ് ചെന്താമര. 2019 ഓഗസ്റ്റ് 31-നാണ് അയൽവാസിയായ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് 2025 ജനുവരി 27-ന് നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര കൊലപ്പെടുത്തിയത്. ശിക്ഷാവിധിയിൽ വാദം നടക്കും. CV അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, നമ്മൾ രാവിലെയും സംസാരിച്ചിരുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വാദം തുടരാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ വിധി ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. ചിലപ്പോൾ മാറ്റിവെച്ചേക്കാം. പക്ഷേ എന്നാൽ പോലും ഒരു തൂക്കുകയർ അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഹരി, ഇവിടെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ എന്നുള്ളതാണ്. അത് ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതായത് തൂക്കുകയർ തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. കാരണം ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങളൊക്കെ തന്നെ സംശയാതീതമായി തെളിഞ്ഞതായി കോടതി ഇയാളെ കുറ്റക്കാരനായി കണ്ടെത്തിയപ്പോൾ പ്രഖ്യാപിച്ചിരുന്നു. ഇനി അതിൽ ചുമത്തിയ വകുപ്പുകൾക്കുള്ള പരമാവധി ശിക്ഷ തന്നെ ഇയാൾക്ക് നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതായത് ഇരട്ടക്കൊലപാതകമാണ്, ആസൂത്രിതമാണ്, കൃത്യമായ ധാരണയോടെയാണ്, ഒരു കുടുംബത്തിലെ എല്ലാവരെയും തുടച്ചു നീക്കണം, ഇല്ലാതെയാക്കണമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2019 ഭാര്യയെ കൊന്നു, അതിനുശേഷം ജാമ്യത്തിലിറങ്ങി 6 വർഷത്തിന് ശേഷം ഭർത്താവിനെയും അയാളുടെ അമ്മയെയും കൊന്നു. ഇതൊക്കെ കൃത്യമായ ആസൂത്രണത്തിൽ തന്നെ ഇയാൾ ചെയ്തിട്ടുള്ളതാണ്. ഇയാൾ നാടിന് ഭീഷണിയാണ്, കുടുംബത്തിന് ഭീഷണിയാണ്. അതുപോലെ തന്നെ ഇനി ഒരു തരത്തിലും ഒരു മനപരിവർത്തനം ഉണ്ടാകില്ല എന്ന് അയാൾ തന്നെ പലപ്പോഴും കോടതിക്ക് മുമ്പാകെ അയാൾ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനോനിലയിൽ ഒരു പ്രശ്നവുമില്ല. അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഇയാൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇതിൽ സംശയത്തിൻ്റെ ഏതെങ്കിലും ആനുകൂല്യം ഇയാൾക്ക് ഈ ഒരു പരമാവധി ശിക്ഷ നൽകുന്നതിൽ നിന്ന് കോടതിയെ കഴിയുമോ എന്നുള്ളതായിരിക്കും പ്രതിഭാഗത്തിൻ്റെ ശ്രമം. എന്താണെങ്കിലും 11 മണിയോടെ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ആരംഭിക്കും. കോടതി കേസ് പരിഗണിക്കും. സ്വാഭാവികമായിട്ടും വാദം പൂർത്തിയായാലും വിധി ഇന്ന് പറയുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കാരണം അത് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് വിധി പറയുന്നതിന് മുമ്പായിട്ട്. ഇനി സുരക്ഷാ കാരണങ്ങളാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ പറയാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. എന്തിനാണെങ്കിലും ഇന്ന് കേസിലെ വാദപ്രതിവാദങ്ങൾ നടക്കും. അത് എപ്പോൾ പൂർത്തിയാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിധി പ്രസ്താവത്തിലേക്ക് കോടതി കിടക്കുക. പരമാവധി ശിക്ഷ നൽകണം, അതായത് കൊലക്കാരൻ നൽകണമെന്ന് തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ നിലവിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന ചെന്താമരയ്ക്ക് കൊലക്കാരിൽ കുറഞ്ഞതെന്തെങ്കിലും നൽകാൻ കഴിയുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ശിക്ഷ കുറയ്ക്കാൻ കഴിയുമോ എന്നായിരിക്കും ഒരുപക്ഷെ പ്രതിഭാഗത്തിൻ്റെ ആവശ്യം. എന്നാണെങ്കിൽ 11 മണിയോടെ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ശരി, 11 മണിയോടുകൂടി കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മണി മ്യൂൾ അക്കൗണ്ടുകൾക്കെതിരെ ശക്തമായ ഇടപെടലുമായ ഹൈക്കോടതി. മണി മ്യൂൾ അക്കൗണ്ടുകൾ സമൂഹത്തിന് വലിയ ഭീഷണിയെന്ന് ഹൈക്കോടതി. സൈബർ തട്ടിപ്പിന് സഹായിക്കുന്ന അക്കൗണ്ട് ഉടമകൾക്കെതിരെ കർശന നടപടിയെന്ന് മുന്നറിയിപ്പ്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരായ ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജിക്കാരിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും ഉത്തരവിട്ടു. സൈബർ തട്ടിപ്പിനായാണ് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചതെന്ന് കോടതി. തന്റെ അക്കൗണ്ടിൽ 3.5 ലക്ഷം രൂപ എത്തിയത് എങ്ങനെയെന്ന് അറിയില്ല എന്നായിരുന്നു പരാതിക്കാരിയുടെ നിലപാട്. എന്നാൽ സൈബർ കുറ്റകൃത്യത്തിന് വേണ്ടിയാണ് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചതെന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ ഉത്തരവ്. തലസ്ഥാനത്ത് IT ഹബ്ബായ കഴക്കൂട്ടത്ത് സർക്കാർ മാറിയിട്ടും റോഡുകൾക്ക് ശാപമോക്ഷമില്ല. 4 വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾക്കും ദുരിതമാണ്. കഴക്കൂട്ടം അലൻ ഫെൽമാൻ സൈനിക് സ്കൂൾ റോഡ് എപ്പോൾ നന്നാക്കുമെന്ന ചോദ്യത്തിന് അധികൃതർക്കും കൃത്യമായ മറുപടിയില്ല.
4 വർഷത്തിലേറെയായി തകർന്നു കിടക്കുകയാണ് കഴക്കൂട്ടം സൈനിക സ്കൂൾ റെസിഡൻസിയുടെ ഭാഗമായുള്ള 1.5 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ്. ദിവസേന നിരവധി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും കടന്നുപോകുന്ന പ്രധാന വഴിയാണിത്. എന്നാൽ വലിയ കുഴികളും തകർന്ന ടാറിങ്ങും കാരണം യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ദിവസവും ജീവൻ പണയം വെച്ചാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഈ റോഡ് ഏകദേശം 3-4 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. നന്നായി ഞാൻ കണ്ടിട്ടേ ഇല്ല. സ്കൂളുണ്ട്, എത്രയോ പേർക്ക് നടുപ്രശ്നമൊക്കെ വരും. ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരം ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഞങ്ങൾ 4 വർഷമായി ഈ റോഡിലൂടെ കുട്ടികളെ എടുത്ത് പോകുന്നു. അന്ന് മുതലേ ഈ അവസ്ഥയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. സമയത്ത് ഓടി എത്താനും പറ്റുന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കുട്ടികൾ വണ്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുന്നുണ്ട്. റോഡ് നവീകരണത്തിനായി കരാർ നൽകിയിട്ടുണ്ടെന്നാണ് വാർഡ് കൗൺസിലറുടെ വിശദീകരണം. ടാറിന്റെ വില വർദ്ധിച്ചതും ലഭ്യതയിലുണ്ടായ പ്രശ്നങ്ങളും റോഡ് പണി വൈകാൻ കാരണമെന്ന് കൗൺസിലർ പറയുന്നു. എൻ്റെ അറിവിൽ 2 കോൺട്രാക്ടർമാരായിട്ടാണ് ഈ റോഡ് എടുത്തിരിക്കുന്നത്. നല്ല എമൗണ്ടാണ്. 40 ലക്ഷവും 45 ലക്ഷവും 2 വർക്കായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ഇപ്പോൾ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ടാറ് വില കൂടിയുകൊണ്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അവർ നീട്ടി പോകുന്നത്. പക്ഷേ അടിയന്തരമായിട്ട് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇവർ നൽകുന്ന ഉറപ്പ്. അൻസിബാസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നടൻ ടിനി ടോം സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് എറണാകുളം സെഷൻസ് കോടതി വിധി പറയും. കേസിൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ടിനി ടോം കോടതിയെ സമീപിച്ചത്. കോടതി നേരത്തെ പോലീസ് റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ടും ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങളും പരിഗണിച്ച ശേഷമാണ് ഇന്ന് ഉത്തരവ് പ്രഖ്യാപിക്കുന്നത്. അൻസിബയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക സൂചനയോടുള്ള പരാമർശം, അശ്ലീല പ്രയോഗം, മതസ്പർദ്ധ വളർത്തൽ, മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങി ഗുരുതര വകുപ്പുകളാണ് ടിനി ടോമിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന വ്യവസ്ഥകളോടെ അറസ്റ്റിൽ നിന്ന് താൽക്കാലിക നിയമപരിരക്ഷ ലഭിക്കും. അതേസമയം ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് തുടർ നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ജാമ്യാപേക്ഷയിലെ കോടതി ഉത്തരവ് ടിനി ടോമിന് നിർണായകമാണ്. തൃശൂരിൽ നാരങ്ങ നീരിനെ ചൊല്ലി ഹോട്ടലിൽ സംഘർഷം. ചില്ലി ചിക്കനൊപ്പം നൽകിയ നാരങ്ങയ്ക്ക് നീര് കുറഞ്ഞതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. വടക്കാഞ്ചേരി മിണാലൂരിൽ ഹോട്ടലിലാണ് സംഭവം. ഉടമയ്ക്കും ജീവനക്കാർക്കും ഭക്ഷണം കഴിക്കാൻ എത്തിയവർക്കും ചോദ്യം ചെയ്യാൻ എത്തിയവർക്കും പരിക്കുപറ്റി. ഹോട്ടൽ ഉടമയായ മുജീബിന്റെ 3 പല്ലുകൾ നഷ്ടമായി. ഹോട്ടലിലെത്തിയ 2 യുവാക്കളാണ് സംഘർഷമുണ്ടാക്കിയത്. പിന്നാലെ കൂടുതൽ ആളുകളുമായി എത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി. കനോലി കനാലിന്റെ വീണ്ടെടുപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഇക്കുറിയും മുടക്കമില്ലാതെ വഞ്ചിയാത്ര സംഘടിപ്പിച്ച് കേരള നല്ല ജീവന പ്രസ്ഥാനം. തിരൂർ മുതൽ കൂട്ടായി അഴിമുഖം വരെയായിരുന്നു വഞ്ചിയാത്ര. തിരൂർ നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വർഷങ്ങളായി തുടരുന്ന വഞ്ചിയാത്ര ഇന്ന് കേവലം വിനോദം എന്നതിലുപരി ഒരു സാമൂഹിക പ്രവർത്തനമായി മാറിക്കഴിഞ്ഞു. അധികൃതരുടെ അവഗണനയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കനോലി കനാലിന്റെ സംരക്ഷണത്തിനും വീണ്ടെടുപ്പിനും കനാൽ ജീവനോടെ നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് വർഷങ്ങൾക്ക് മുൻപ് കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ജലയാത്ര ആരംഭിച്ചത്. പല കാലങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ന് വഞ്ചിയാത്ര കേവലം വിനോദം എന്നതിനപ്പുറം വലിയ ഒരു സാമൂഹിക ഇടപെടലായി മാറിയിട്ടുണ്ട്. ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടും എന്നതായിരുന്നു ഈ വർഷത്തെ വഞ്ചിയാത്രയുടെ മുദ്രാവാക്യം. ചാവക്കാട് മുതൽ പൊന്നാനി വരെയുള്ള കനോലി കനാലിൻ്റെ സംരക്ഷണമായിരുന്നു തുടക്കകാലത്ത് വഞ്ചിയാത്രയുടെ ലക്ഷ്യം. വൈകാതെ അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കനോലി കനാലിൻ്റെ ആകെ സംരക്ഷണത്തിനായി മാറി. മരങ്ങൾ വീണും ചപ്പുചവറുകൾ അടിഞ്ഞും കനാൽ നാശത്തിൻ്റെ പടുകുഴിയിൽ വീണ സമയത്തായിരുന്നു വഞ്ചിയാത്രയുടെ തുടക്കം. ഈ യാത്ര എന്തിനാണെന്ന് ചോദിച്ചാൽ പുഴയെ സുഗമമായി ഒഴുകാൻ അനുവദിക്കണം. ഇതാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. മാലിന്യവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പുഴയെ സുഗമമായി ഒഴുകാൻ അനുവദിക്കണം. പുഴ ഈ തിരൂർ പുഴയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ തുടക്കത്തിൽ 1 മീറ്റർ മാത്രമേ വീതിയുള്ളൂ. ആ 1 മീറ്റർ മാത്രം വീതിയുള്ള 6 പടം ചെന്നാൽ വെട്ടിച്ചെറിയിൽ ചെന്നാൽ 1 മീറ്റർ മാത്രമേ പുഴ വീതിയുള്ളൂ. ആ പുഴ ഇങ്ങനെ വീതി കൂടി വരികയാണ്. അത് എന്തുകൊണ്ടാണ് കൂടി വരുന്നതെന്ന് ചോദിച്ചാൽ മഴവെള്ളം എല്ലാ സ്ഥലത്തെയും പെയ്യുന്ന മഴവെള്ളം 2 സൈഡിൽ നിന്നും പുഴയിലേക്ക് വന്നിട്ട് അതിങ്ങനെ ആ വെള്ളവും വഹിച്ചിട്ട് കടലിലേക്ക്, അതായത് ഭാരതപ്പുഴയോട് ചേർന്ന് കടലിലേക്ക് വെള്ളം പോവുകയാണ് ചെയ്യുന്നത്. കേരള നല്ല ജീവന പ്രസ്ഥാനം അമരക്കാരൻ ഡോക്ടർ PA രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജലയാത്ര തിരൂർ നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് 18 തിരൂർ.
ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ശ്രുതി ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. ദുരന്തങ്ങളുടെ പരമ്പരകൾക്ക് ശേഷം സന്ദീപിന്റെ കൈപിടിച്ച് പുതിയ ജീവിതത്തിന് തുടക്കമിടുകയാണ് ശ്രുതി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. തന്റെ പ്രിയപ്പെട്ടവരെല്ലാം വിടവാങ്ങിയപ്പോൾ തകർന്നുപോയ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് തണലായെത്തുമെന്ന് ഉറപ്പിച്ചു നിന്നത് പ്രതിശ്രുതവരൻ ജെൻസനായിരുന്നു. എന്നാൽ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിൽ ജെൻസനെയും മരണം കവർന്നെടുത്തു. തുടർച്ചയായ ഈ ദുരന്തങ്ങൾ ശ്രുതിയെ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാക്കി. ശ്രുതിയുടെ സാഹചര്യം മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പിൽ ജോലി നൽകി ആ പെൺകുട്ടിക്ക് സുരക്ഷിതത്വവും പിന്തുണയും ഉറപ്പാക്കി. പൊതുസമൂഹവും ശ്രുതിക്ക് വലിയൊരു കൈത്താങ്ങായി ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ നാളുകൾ പിന്നിലുപേക്ഷിച്ച് സന്ദീപിന്റെ കൈപിടിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പിച്ചവെക്കുകയാണ് ശ്രുതി. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ശ്രുതിക്ക് നാടൊന്നാകെ ആശംസകൾ അർപ്പിക്കുകയാണ്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ എന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.